ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2212. ഇന്ന് ജനുവരി മാസം 20-ാം തീയതി. എല്ലാവരും വളരാൻ ആഗ്രഹിക്കുന്നവരാണ്, വളരാനായിട്ട് വെമ്പുന്നവരാണ്, വളരാൻ എന്തും ചെയ്യുന്നവരാണ്. വേദനയിൽ നിന്നും, കഷ്ടതയിൽ നിന്നും, സഹനത്തിൽ നിന്നൊക്കെയാണ് ഈ വളർച്ച എന്ന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? മനസ്സിലാക്കിയാലും എത്ര പേർക്ക് അംഗീകരിക്കാനാവും? വേദനകളാണ് ശരിക്കും നമ്മൾ ഓരോരുത്തരെ നമ്മളാക്കി മാറ്റിയത്, ദൈവിക പദ്ധതിയോട് ചേർത്ത് നിർത്തിയത്. മനോഹരമായ പട്ടുപോലെയുള്ള ആവരണം പൊട്ടിച്ച് പുറത്തു കടക്കാൻ കഷ്ടപ്പെടുകയായിരിക്കും ആ ചിത്രശലഭം. അതിന്റെ ആ വേദന കണ്ടു നിന്ന് ഒരു 5 വയസ്സുകാരിക്ക് വല്ലാതെ സങ്കടം തോന്നി. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? ചിത്രശലഭത്തെ സഹായിക്കാൻ ഒരുങ്ങി. സമാധിയിൽ നിന്ന് മോചനം തേടി പറക്കാൻ വെമ്പുന്ന ചിത്രശലഭം എത്രയും വേഗം പറന്നുയരട്ടെ എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി ആ പാവം 5 വയസ്സുകാരി അതിൻ്റെ കൂട് പൊട്ടിച്ചു കൊടുത്തു. വളർച്ച പ്രാപിക്കാത്ത ആ കുഞ്ഞി പൂമ്പാറ്റ ഏറെ നേരം മണ്ണിലെഴിഞ്ഞു. പറന്നുയരാനുള്ള കഴിവ് ആ കുഞ്ഞി പൂമ്പാറ്റയ്ക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. സങ്കടത്തോടെ അതിനെ അവൾ നോക്കി. ഒടുവില് അത് പറക്കാത്തതിന്റെ പരാതിയുമായി തന്റെ അച്ഛനെ സമീപിച്ചു. സമാധിക്കൂട്ടിൽ നിന്ന് ഞെങ്ങി ഞെരുങ്ങി പുറത്തു വരുന്നതിൽ കൂടിയാണ് ശരിക്കും അതിന് പറക്കാനുള്ള ശേഷി ലഭിക്കുന്നതെന്ന് അവളുടെ അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾ അതിലൂടെ ഒരു വലിയ പാഠം പഠിക്കുകയായിരുന്നു. കഷ്ടപ്പാടുകളും വേദനകളും സഹിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് തീവ്രമായ ജീവിതാനുഭവങ്ങളെ നേരിടാനുള്ള ശക്തി ലഭിക്കുന്നത്, പ്രാപ്തി ലഭിക്കുന്നത്. മാറ്റങ്ങൾക്കും വേദനകൾക്കും വിധേയപ്പെട്ടാൽ മാത്രമേ കണ്ടഞ്ചിപ്പിക്കുന്ന വർണ്ണപ്പൊലിമയോടെ പാറിപ്പറക്കുന്ന ചിത്രശലഭവുമാകുകയുള്ളൂ. ഒരു കഷ്ടപ്പാടും കൂടാതെ ആഗ്രഹിക്കുന്നൊക്കെ നിമിഷ നേരം കൊണ്ട് നേടണമെന്നാണ് മിക്കവരും ചിന്തിക്കുന്നത്. കഷ്ടപ്പെടാനും കാത്തിരിക്കാനും ക്ഷമ വേണ്ടേ? വലിയ വിജയങ്ങൾ നേടിയവരുടെ ജീവിതം പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. വേദനകളുടെ കൂട്ടുകാരൻ എന്നാണ് യോബിനെ പറ്റി പറയുന്നത്. യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ചൂടേറിയ ജീവിതാനുഭവങ്ങൾ, കഷ്ടതകൾ, വിവേചനങ്ങൾ, ഇതിന്റെ എല്ലാം മധ്യത്തില് എന്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ഹിതമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം പ്രാർത്ഥനയോടുകൂടി. ആമേൻ.